ഇനി മറന്നു വെച്ചാൽ പിന്നെ വരുമ്പോൾ എടുക്കാൻ ഇൻഷാ അല്ലാഹ്. റോഹി നമ്മളെടുക്ക പോണേ? എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ ഫ്ലാറ്റൊക്കെ പോകുന്നത്. കണ്ട തല്ലൂടുന്ന രണ്ടും കൂടി ഞാൻ കൊടുക്കൂ അനങ്ങ തല്ലുണ്ടാക്കുക. ഞങ്ങളിപ്പോൾ മക്കത്തുനിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം ട്രാവൽ ഉണ്ട്. അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്. ബൈ പറഞ്ഞാളാ റോയി. അസ്സലാമു അലൈക്കും പറയും. മക്കത്തിനോട് അസ്സലാമു അലൈക്കും പറയും. ഇനി വരാ പറയും. ഉമ്മാന്റെ ഫ്രണ്ടിലല്ലോ ഞാൻ ചിപ്സും തരുന്നില്ല. കോഴിമോള് ഉറങ്ങി. പപ്പാന്റെ കൂടെ കിടക്കുള്ളൂ, പപ്പാന്റെ കൂടെ ഇരിക്കുള്ളൂ. എല്ലാരും ഉറങ്ങിയല്ലോ. റിനു എന്ത് ചെയ്യാ? ഉറങ്ങ? ഉറക്കത്തിൽ നീറ്റോ? അങ്ങനെ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ട് ജിദ്ദ എയർപോർട്ട് എത്തി. ഇനി ബാക്കി എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് കാണാം. ഇവിടെ എല്ലാവരും കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൊടുക്കും. എന്തൊക്കെയാണ് ഇപ്പോൾ തിന്നതല്ലേ? ഡോണറ്റ്, ചിപ്സ്, ഇപ്പോൾ മുട്ടായില്ല അവള് പറഞ്ഞു മുട്ടായി എന്ന് ഞാനും പറഞ്ഞത്. മുട്ടായി നിങ്ങൾ മുഖമൊന്ന് കാണിച്ചു. മുട്ടായി. നിങ്ങളാണ് ഈ മലയാളം വാക്ക് കേട് വെത്തി യൂസ് ചെയ്യുന്നത്. എന്തപ്പത്? കണ്ട കേട്ടിട്ടില്ല. റിനുവിനാണെങ്കിലും മിഠായി കിട്ടുമോ ചോദിച്ചിട്ട് റിനുവിനാണെങ്കിലും മിഠായി തരുമോ ചോദിച്ചിട്ട് റിനു ഒന്ന് പോയി നോക്കിയതാണ്. റിനു നേരത്തെ ഡോണറ്റ് കിട്ടിയില്ല അല്ലേ? ഇത്ര വലിയ പോത്തിന് ഡോണറ്റ് കൊടുത്തു. പക്ഷെ ആ ഹോട്ടലില് റോയി കാണാതെ ഒരു കേക്ക് ഉണ്ട്, കിൻഡർ ജോയുടെ എന്താ ഡെലീഷ്യ കേക്ക്. അത് തിന്നാൻ വേണ്ടി പോവാണ്. കൂടെ റോയിയും കൂടി പിടിച്ചിട്ടുണ്ട്. റോസ് കണ്ടിട്ടില്ല. റോയി നോക്കുന്നുണ്ട്, പൂച്ച നോക്കുന്നത് പോലെ. ഒന്നില്ല, നീ റൂയി കാണാതെ പാവം എന്താ ചെയ്യാ. റൂയിയുടെ മുമ്പിൽ ഒരാൾക്കും പിടിച്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പേടിച്ചിട്ട് പോവാണ് റൂയി കാണാതെ തിന്നാൻ വേണ്ടിട്ട്. റൂയി ആണെങ്കിൽ അവളെ ചുറ്റും പറ്റിട്ട് ഓടി. റോസ് ഓടി. എന്താ ഇവിടെ കണ്ട അവിടെ എവിടെയും മറവില് ഇവിടെ ഇല്ല.
കഴിഞ്ഞു, ഉംറ കഴിഞ്ഞു. നാഷണൽ ആന്തം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുകയാണ്. കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഗുഡ് ആഫ്റ്റർനൂൺ. അത്ര ഉള്ളൂ കഴിഞ്ഞ സൗണ്ട് പറയും. I am 5 years old. My I live in Tirur. I'm in Begonia class. I live in Begonia. I study in I'm in Begonia class. I'm in Begonia class. MS Central School. MS school and Mettidu. MS school? എന്തോന്ന് പറഞ്ഞു MS? നേരില്ല ഫുള്ളാണ് പറയുന്നത്. നേരില്ല, ടൈമില്ല. Your papa's name? My papa's name? Yes. എന്താ? What's your papa's name? What's your mama's name? What's your father's name? Father's name എന്താ? പറയില്ല. ഫാദർ ആരാ? പറയില്ല. അങ്ങനെയൊന്നും പറയില്ല കുട്ടി. Mommy, Tammy. ആ Your papa's കുട്ടിയാണ്. ഓക്കെ. What's your mother's name? Da. ആ Isapa. ഫവാനല്ല, ഫർഹാന. Kahana. എൻ്റെ കുട്ടീനെ കണ്ണൊന്നും വീങ്ങിക്കണല്ലോ. ചോക്ലേറ്റ് കഴിച്ചിട്ട് തന്നെയാണ്. ഡോനറ്റും ചോക്ലേറ്റും ഒക്കെ കഴിച്ചില്ലേ? ഈ ചോപ്പടി don't want na. വേറെ വേണം. റുവിൻ്റെ കണ്ണ് നോക്കിയേ, അവിടെ വീർത്തുകണ്. White കട. ഏ White കട. വൈറ്റ് അല്ല, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ബലൂണ് പോലെ ഇങ്ങനെ ആവുന്നുണ്ട്. Good afternoon. Good afternoon, Habiba. My name is Amina. എന്താ പറഞ്ഞിട്ട് പിന്നെ തിരിയല് ഏ? അങ്ങനെ വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടാവും സ്കൂളിൽ? Good afternoon, Habiba. My name is Amina. ഇങ്ങനല്ല, അതിന് ശേഷം ബാക്കിയുള്ളവർ പറയണോ? Good afternoon. Good afternoon, Habiba. My name is Amina. ഇതിപ്പോ ഗുണ ഇതിപ്പോ എന്തോ പ്രശ്നം കേട്ടത്. വേറെ ഏത് കുട്ടികൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. മറന്നതാണ്. ഇല്ല, അവൾ മറന്നു. അവൾ ബാക്കിയുള്ള പറയാൻ നോക്കുന്നുണ്ട്. അല്ല, പറയാൻ നോക്കില്ല. നമ്മുടെ പാപ്പ യാത്ര യാത്ര യോർക്കറാ? ജോക്കർ അല്ല യാത്ര എനിക്കറിയില്ല. യാത്ര യാത്ര അപ്പു ഇയാക്കനബുദു. ജോക്കർ അപ്പു പറഞ്ഞാലേ ജോക്കർ ബാഗേജ് ഒക്കെ വെച്ചിട്ട് ഇത് അവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം വരുന്നത് 5:30ക്കാണ്. ഞങ്ങളുടെ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ 2:30 അങ്ങാനാണല്ലേ? ഒന്ന് പറയടോ. 3 മണി. അപ്പോൾ ഇനി ചെക്ക് ഇൻ ടൈം 5:30. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇവിടുന്ന് റിയാദ് ടു കാലിക്കറ്റാണ്. പിന്നെന്താ, ലഗേജ് മാത്രമേ ഉള്ളൂ. ലഗേജ് അല്ല, സോറി, ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ, ലഗേജ് ഇല്ല. അതുകൊണ്ട് സംസം വെള്ളം പോലും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. ഇവിടെ സാധനം കിട്ടില്ല. അല്ല, സാധനം കൊണ്ടുപോകാൻ പറ്റും, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാം. കൊണ്ട് അവിടെ വെറുതെ കളയാൻ പറയാം. ഞങ്ങൾക്ക് ഹാൻഡ് ബാഗ് ഇല്ല, അതൊക്കെ സ്കാൻ ചെയ്യാൻ നമ്മുടെ ഹാൻഡ് ബാഗ് അത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നമ്മൾ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ തിരിച്ച് പോകുമ്പോൾ നമ്മൾ ആലോചിച്ചില്ലല്ലേ. ഇവിടെ വന്നിട്ട് സംസം വെള്ളം കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കുഴപ്പമില്ല. നാളെ കൊണ്ടുപോയി. അപ്പം ഇനിയിപ്പോൾ എത്ര സമയമായി? 4 മണി ആയിട്ടുള്ളൂ ഇപ്പോഴും. എങ്ങനെയാ പറഞ്ഞത്? സുമിത മാം വിളിക്കണം. സുമിത വിളിക്കരുത് കേട്ടാ. ഫിദ മാം, സുമിത മാം, ചാന്ദിനി മാം, ശാലിനി മാം, ഹേമ മാം, നീനു മാം, ഇത്ര മാമാണ്. ജ്യോതി മാം, മുനീറ മാം. മുനീറ മാമിന്റെ പേരെന്താ? ഗുഡീനി മാം. ആയിക്കോട്ടെ, നാളെ പോവാട്ടാ. കൊഞ്ചിക്ക് കണ്ട. ഇനി ആ ചിപ്സ് ഒന്നും അവൾക്ക് കൊടുക്കണിട്ട് അത് വേറെ ആക്കട്ടോ. അതാ പോയി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവൾക്ക് ചൂടാവലാണ്. പപ്പാന്റെ പെറ്റാണ്, പെറ്റ്. റോസു ആ പൊട്ടണ്ട, പൊട്ടിയപ്പോ നമുക്ക് പേടിപ്പിക്കണം കേട്ടാ. ആരെ പേടിപ്പിക്കേണ്ടത്? മൂക്ക് മേ ആരെ പേടിപ്പിക്കരുത്.
റോയി നമുക്ക് സ്കൂൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം ഇത്. വേണ്ട റോയിന് റോയി സ്കൂൾക്ക് പോകുമ്പോൾ മടി കാണിക്കരുത് പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് എന്താണ്ടായിതാവോ. പോണ്ട പപ്പാനെ സോപ്പ് മുഖം നോക്കി നാളെ പോണ്ടേട്ടാ. മറ്റന്നാൾ പോയാൽ മതി. മറ്റന്ന് പോയിട്ട് നമുക്ക് പറയാം ഞങ്ങള് പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ മാം സുഖമില്ലെന്ന് ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരാട്ടോ. ബനാന ചാച്ച ഡാൻസ് കളിക്കണ്ടേ? ബനാന ചാച്ച പുള്ളിക്ക് വിശക്കുണ്ടോ? ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നമ്മളെ എയർപോർട്ടിലോട്ട് വരേണ്ട ചെക്കൗട്ട് സമയം 1 മണിക്കായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഹൈബേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:15. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാവരും ആകെ ടയർഡായിട്ടുണ്ട്. കേക്കൊക്കെയാണ് കഴിക്കുന്നത്. റോയി ഇതുവരേക്കും കേക്ക് ചിപ്സ് ഇതൊക്കെയാണ് കഴിച്ചത്. റോയിക്ക് എന്താ വേണ്ടി? ചോറ് വേണോ? പിന്നെന്താ വേണ്ടി? സാൻഡ്വിച്ച് വേണോ? പിന്നെന്താ വേണ്ടി? ബർഗർ വേണോ? അൽബേക്കിൻ്റെ ഡബിൾ ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബർഗർ ഉണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഹറമിൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡബിൾ ബേക്ക് ബർഗർ ഇല്ല, സാൻഡ്വിച്ച് ആയിരുന്നു. ഡബിൾ ബേക്ക് കേട്ടോ. അൽബേക്കിൻ്റെ നല്ല ടേസ്റ്റാണ്. അതിൽ സ്പൈസി നല്ല ടേസ്റ്റാണ് ഡബിൾ ബേക്കിൽ. ഞാൻ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി നമ്മൾ കഴിക്കുന്ന സമയത്ത്. പപ്പ വരുന്നുണ്ട്. പപ്പ എന്തൊക്കെയാ വാങ്ങിച്ചെന്നാവും. പെപ്സിയൊക്കെ കൊണ്ടുവന്നുണ്ട്. അൽബേക്കിൻ്റെ നഗറ്റ്സും അൽബേക്കിൻ്റെ ചിക്കൻ സാൻഡ്വിച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ? ഇത് സാൻഡ്വിച്ച്, നേരത്തെ കാണിച്ചത് ഫില്ലെ പിന്നെ ബ്രസ്റ്റ് പീസും ഉണ്ട്. അത് നമ്മളിപ്പോൾ കഴിക്കുന്നില്ല. സാൻഡ്വിച്ചാണ് ഇപ്പോൾ കഴിക്കണം. മറ്റേ രാത്രിത്തേക്ക് നമുക്ക് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. എയർപ്ലെയിൻ കാണാം. വീടുട്ടാ. നല്ല വ്യൂ. ഇരുന്നോട്ടെ ഇരുന്നോട്ടെ റോസു. എനിക്ക് അവള് കാണാണ്ട് ഭക്ഷണം കഴിക്കാനല്ലേ. സമയം 7:16. എപ്പോഴും നമ്മൾ ജിദ്ദേന്ന് ഫ്ലൈറ്റ് കയറിയിട്ടില്ല. എല്ലാവരും ഇവിടെ ഇരുന്ന് ബോറടിച്ച് വയ്യാണ്ടിരിക്കുകയാണ്. റോയുമോൾ ഇതാ ഇപ്പം നല്ല ആക്റ്റീവാണ്. ഇനി എത്രത്തോളം ഇരിക്കുമെന്നാവും. ഇൻഷാ അല്ലാ. എപ്പോഴാ ഫ്ലൈറ്റ്? ടൈം 8:20. ഇവിടുന്ന് 8:20 ഫ്ലൈറ്റ്. ജിദ്ദ ടു റിയാദ്. റിയാദിൽ നിന്ന് കാലിക്കറ്റിലോട്ട്. നീ എന്താ വ്ളോഗിന് കമൻട്രി അടിക്കുക? വയ്യാണ്ടായിപ്പോയി. ഈ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടല്ലോ. എന്താ റോസോ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് അറിയില്ലായിരുന്നു. കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് ഓക്കെ. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഈ മക്കത്ത് വന്നിട്ട് ഉമ്മൻ്റെ ഡിസ്റ്റർബ് ചെയ്യാ.
എല്ലാവരും ബോറടിച്ചിരിക്കുകയാണ്. കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കണേ. ഇക്ക തൊപ്പി ഒന്ന് നയിക്കോ? ഇക്ക തൊപ്പി ഒന്ന് നയിക്കോ? തൊപ്പി ഒന്ന് നയിക്കോ? നയിക്കൂല. പോയി ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്. എപ്പോഴാണാവോ കരച്ചിലൊക്കെ ആവുക. ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യട്ടാ. അയ്യോ, ഡാൻസ് കളിക്കണ്ട, ഫോട്ടോ ആണ്, ഫോട്ടോ ആണ്. ഓ, പറഞ്ഞതൊക്കെ അനുസരിക്കണ്ട. അയ്യാ, റൂ ഫോട്ടോ ചിരിച്ച് നിന്നാൽ മതി. ഫുൾ ടൈം ബനാന ചച്ചയാണ് ആള് ഡാൻസ്. അമ്മ, ഞാൻ റൂവിനോട് ക്യാറ്റ് വാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴേ അവളുടെ നടത്തം നോക്കിക്കോട്ടെ. ഒരു കാര്യം കാണിച്ചിട്ടെ ഞാൻ ചെയ്യാം. റോസുവിന് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ കുട്ടികളോട് റൂമിൽ കുറച്ചു നേരം അവിടെ അടങ്ങിയിട്ടുണ്ട്. وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا. അങ്ങനെ ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നമ്മൾ നേരെ റിയാദിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നാണ് കാലിക്കറ്റിലോട്ട് പോകുന്നത്. അങ്ങനെ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ട് നമ്മളിതാ റിയാദിൽ ലാൻഡ് ചെയ്യാനായി. അത്യാവശ്യം സമയമെടുത്തു നമ്മുടെ ഇത്തവണത്തെ ട്രാവൽ കേട്ടോ, കണക്ഷൻ ആയതുകൊണ്ട്. ഇനി റിയാദിൽ ഇറങ്ങി അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് നേരെ കാലിക്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റിലോട്ട് കയറണം. അപ്പോൾ അതിൻ്റെ യാത്രയിലാട്ടോ. റിയാദ് എയർപോർട്ടിലാണ്. ഇവിടുന്ന് നേരെ കാലിക്കറ്റിലോട്ട് പോവാണ്. റൂയി Dear guests, the aircraft is being refueled and switch off all mobile phones. كان يقولها رسول الله صلى الله عليه وسلم عند سفره. Dear guests, the announcement you are about to hear is a supplication said by the Prophet Muhammad, peace be upon him, upon his travel. الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا
واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. കൊച്ചും വരണ്ടെന്ന് പറഞ്ഞതാ. അപ്പോൾ നമ്മൾ എയർപോർട്ട് ടാക്സിയിൽ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇത്തവണ ആരോടും വിളിക്കാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ കറക്റ്റ് സമയമൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഉമ്മാനെ കണ്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. ഉമ്മാനെ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു സാദാ ചോറ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. കാരണം നെയ്ച്ചോറ് മന്തി അത് ഇത് കഴിച്ചിട്ട് മടുത്ത് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ സാദാ ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ അത്യാവശ്യം മീനൊക്കെ കൂട്ടി അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറിയും പച്ചക്കറിയും മീനും കൂന്തലും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. ചോറ് അത്രയും ദിവസം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ചോറ് നമുക്ക് വേണമെങ്കിൽ ഡെയിലി കഴിക്കാം. പക്ഷേ നെയ്ച്ചോറ് ബിരിയാണി മന്തി ഇതൊന്നും നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പിന്നെ ഞങ്ങളിതുവരേക്കും ഗ്രൂപ്പിൽ പോയിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഈ ഹോട്ടലിലും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇക്കും കൂടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കാം കേട്ടോ. ബൈ, താങ്ക് യു.